ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമിലി ഡിക്കിൻസൺ എഴുതിയ എ തോട്ട് വെന്റ് അപ്പ് ഇൻ മൈ മൈൻഡ് ടുഡേ എന്ന പോവാണ്. ഓക്കെ, നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് നോക്കാം. എ തോട്ട് വെന്റ് അപ്പ് മൈ മൈൻഡ് ടുഡേ, അതായത് ഒരു ചിന്ത, ഒരു ഡീപ്പായിട്ടുള്ള ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള തോട്ട് ഇന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. ദാറ്റ് ഐ ഹാവ് ഹാഡ് ബിഫോർ. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല ഇത് വന്നിട്ടുള്ളത്. അതൊരു പുതിയതായിട്ടുള്ള തോട്ടല്ല. ഇതിന് മുന്നേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഡിഡ് നോട്ട് ഫിനിഷ് സംവെയർ ബാക്ക്. എന്നാൽ ആ സമയത്ത് എനിക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കാത്ത ഒരു തോട്ടാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് പിന്നെയും എൻ്റെ ലൈഫിലേക്ക്, എൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഐ കുഡ് നോട്ട് ഫിക്സ് ദ ഇയർ. അതെന്ന് വെച്ചാൽ എപ്പോഴാണ് ആ ഒരു മൈൻഡ് വന്നത് അല്ലെങ്കിൽ ആ ചിന്ത വന്നത് എന്ന് എനിക്ക് റീകോൾ ചെയ്യാനോ റിമെമ്പർ ചെയ്യാനോ പറ്റുന്നില്ല. ഒരു ടൈംലെസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. നോർ വേർ ഇറ്റ് വെൻ, നോർ വൈ ഇറ്റ് കെയിം. അതിനുശേഷം ആ തോട്ട് എന്നെ എങ്ങോട്ടാണ് എത്തിച്ചത്, അല്ലെങ്കിൽ അത് എവിടുന്നാണ് വന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ദ സെക്കൻഡ് ടൈം ടു മീ നോട്ട് ഡെഫിനറ്റ്ലി വാട്ട് ഇറ്റ് വാസ്. ഇപ്പോൾ ആ തോട്ട് റിട്ടേൺ ആയിട്ട് തിരിച്ചു വന്നിട്ടാണുള്ളത്. മാത്രമല്ല, മുന്നേ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് ഡീപ്പായിട്ടാണ് ആ തോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഞാൻ സ്ട്രഗിൾ ചെയ്യാണ് അത് എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യാണ്. ആസ് ഐ ദ ആർ ടു സേ ഇഫ് ഓൺലി ഷി ഹാഡ് എ സ്കിൽ. ഈ ആർട്ട് എന്ന് പറയുന്നത് എൻ്റെ സ്കില്ലാണ്. അതായത് അത് വേർഡ്സ് ആക്കി മാറാൻ എനിക്ക് അറിയത്തില്ല. ഒരു തോട്ട് വന്നിട്ടുണ്ട് എൻ്റെ മൈൻഡിൽ. പക്ഷെ ഇത് എന്താണ്, എങ്ങനെയാണ് എന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ വിവരിക്കാനോ എനിക്ക് പറ്റുന്നില്ല. ബട്ട് സിൻസ് ഐ ഹാഡ് നോട്ട്, ഇറ്റ് ഈസ് ഗോൺ. പിന്നീട് അവർ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്കതിനെ ക്യാപ്ചർ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ പറ്റിയില്ല. ആ ഐഡിയ അത് പിന്നെയും വാനിഷായി പോയി. അത് മുന്നേ എനിക്കൊന്നൊരു ഐഡിയ ആയിരുന്ന ഒരു ചിന്തയായിരുന്നു. അന്ന് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് ശേഷം പിന്നീടും ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് അലട്ടിക്കൊണ്ട് വന്നു. ഇപ്പോൾ പോലും അതിനൊരു ഉത്തരം എനിക്കില്ലായിരുന്നു. ആംബ്ലിഷ് വാസ് ആംബ്ലിഷ് അസ് വിത്ത് ഡിക്കേ. ആ തോട്ട് എന്ന് പറയുന്നത് എനിക്കൊരു എംബാരസ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്, റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള ഫീലിംഗ് ആണ് തരുന്നത്. ലൈക്ക് സംതിങ് ഫേഡിങ് ഓർ ഡൈയിങ്, മരിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അവ്യക്തമായിരിക്കുന്ന ഒരു ചിന്തയിലേക്കാണ് എന്നെ നയിക്കുന്നത്. അതെനിക്കൊരു എംബാരസിങ് ഫീൽ നൽകുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന് ഉത്തരം ഞാൻ കണ്ടെത്തേണ്ടതായിരുന്നു. അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. ആൻഡ് എറർ ബ്രോക്ക് ദാറ്റ് ത്രെഡ്. ഒരു മിസ്റ്റേക്ക് എൻ്റെ ചിന്തയെ ഇൻട്രപ്റ്റ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന ഒരു മിസ്റ്റേക്കായിട്ട് അത് മാറുവാണ്. അതെന്നെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ആ ചിന്തയുടെ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇമോഷണലി എന്നെ അത് വല്ലാത്ത രീതിയിൽ അലട്ടുകയാണ്. ദ ഓൺലി വൺ ഐ ന്യൂ. അതായത് അവരുടെ ആകെ അറിയുന്ന ഒരു കാര്യം, എൻ്റെ ഇൻസൈറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഐഡിയ എന്ന് പറയുന്നത്, ഈ മൊമെൻ്റ് എന്ന് പറയുന്നത്, ആൻഡ് ഓൾ ദ റെസ്റ്റ് ആസ് സീനറി. അതല്ലാതെ മറ്റെന്ത് നോക്കുവാണെങ്കിൽ എനിക്കറിയുന്ന ഒരേ ഒരു കാര്യം, ദ ഓൺലി വൺ ഐ ന്യൂ, ഞാൻ അറിയുന്ന ഒരേ ഒരു കാര്യം, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. ആൻഡ് ഓൾ ദ റെസ്റ്റ് ആസ് സീനറി ഫോർഗോട്ട് ടു ടെൽ ഇറ്റ് മീ. എവറിത്തിങ് എൽസ് ഇൻ ലൈഫ് ഫെയർ ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് അൺഇമ്പോർട്ടൻറ്റ്. അത് ആ ചിന്തയുടെ മുന്നിൽ എൻ്റെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പം അൺഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുവാണ്. ഫോർഗോട്ട് ടു ടെൽ ഇറ്റ് മീ. അത് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് എനിക്കിതിനൊരു എന്നെ സഹായിക്കും, എനിക്കൊരു ഉത്തരം നൽകും എന്നായിരുന്നു. പക്ഷേ എനിക്കൊരു ഉത്തരം നൽകുന്നില്ല. എനിക്ക് ആ ചിന്ത അല്ലെങ്കിൽ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു പോത്തിൽ നിന്ന് നമ്മളിനി ഓവറോൾ സമ്മറി നോക്കുവാണെങ്കിൽ നമ്മളൊരു മനുഷ്യ മനസ്സിൻ്റെ മനസ്സിലൂടെ കടന്നു പോയ, നമ്മുടെ എല്ലാവരും ഉള്ളിൽ ചിലപ്പം കടന്നു പോയ ഒരു ചിന്തയായിരിക്കാം ഇങ്ങനൊരു പോയത്തിലൂടെ നമ്മുടെ സ്പീക്കർ മുന്നോട്ട് വയ്ക്കുന്നത്. ഫീലിംഗ് നേച്ചർ ഓഫ് തോട്ട്സ് ആൻഡ് ഇൻസൈറ്റ്. ഈ തോട്ട്സ് എങ്ങനെയാണ് നമ്മളെ വിസിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് സ്ലിപ്പ് അവേ അല്ലെങ്കിൽ അകന്നു പോകുന്നത്. നമുക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് അതിന് ഉത്തരം നമുക്ക് കിട്ടുമെന്ന്. പക്ഷെ അത് കിട്ടാതെ നമ്മളിൽ നിന്ന് അകന്നു പോവാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ സ്ട്രഗിളിനെയാണ് കാണിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ചിന്ത എന്തിനാണ് വന്നത്, അത് എന്താണ് എനിക്കെന്താണ് തരുന്നത് എന്ന് പോലും അറിയാതെ അത് കടന്നു പോകുന്ന ഒരു ചിന്ത. ഇറ്റ്സ് എ ഫ്രജിൽ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ്സ് മിസ്റ്റീരിയസ് വർക്കിംഗ്. ഒരു മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെ പോകുന്നു പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ ദ വീഡിയോ. ബൈ.